സഹോദരങ്ങളെയും വിശുദ്ധൻ്റെ നോവേന പ്രാർത്ഥനയും അതിനോടനുബന്ധിച്ച് ദിവ്യകാരുടെ പ്രദക്ഷിണം ഒരുങ്ങുകയാണ്. വിശ്വസിക്കുന്ന നിങ്ങൾ സമൂഹം ശ്രദ്ധിക്കുക. ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചതല്ല, ദൈവം ആഗ്രഹിച്ച, ദൈവം ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. നീ ഒന്ന് തൊട്ടാൽ മതി, എൻ്റെ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കും എന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് റബ്ബന്റെ ഒരമ്മയുടെ മനോഭാവമായിരിക്കട്ടെ ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി, ഞാൻ സുഖപ്പെടും എന്ന് വിശ്വസിച്ച രക്തസ്രാവക്കാരി എത്രയോ വർഷങ്ങളായി ആ നാട്ടിലെ വൈദ്യസഹായം സ്വീകരിച്ചുകൊണ്ടിരുന്നവളാണ്. അവൾക്ക് അത് സംഭവിച്ചു. യേശു മനസ്സിലാക്കി തന്നിൽ നിന്ന് സൗഖ്യത്തിൻ്റെ ശക്തി പ്രവഹിച്ചു. വിധവയായ ഒരമ്മയുടെ കണ്ണുനീരിന് മുന്നിൽ യേശുവിൻ്റെ ഹൃദയം കരുണാർദ്രമാകുന്നത് നമ്മൾ കണ്ടു. ശവമഞ്ചത്തിൻ്റെ അകത്തുണ്ടായിരുന്ന ജീവനില്ലാത്ത മൃതശരീരത്തെ സ്പർശിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ട് അവനിലേക്ക് ജീവൻ തിരിച്ചു കൊടുത്ത് ആരോരുമില്ലാതിരുന്ന വിധവയായിരുന്ന ആ അമ്മയെ യേശു സ്വന്തം മകനെ തിരിച്ചു നൽകി അനുഗ്രഹിക്കുന്നതായി ചരിത്രത്തിൽ നമ്മൾ വായിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കണ്ണ് ഇല്ലാത്തവനെയും കേൾവി നഷ്ടപ്പെട്ടവരെയും കാലുകൾക്കും കൈകൾക്കും സ്വാധീനമില്ലാതിരുന്നവരെയും അവിടുന്ന് സ്പർശിച്ചു. കാലുകൾക്ക് ബലമേകി, കൈകൾക്ക് ശക്തിയായി, കാതുകൾക്ക് ഇമ്പമാർന്ന കേൾവിയായി, കണ്ണുകൾക്ക് കാഴ്ചയായി അവരെഴുന്നേറ്റു ദൈവത്തെ മഹത്വപ്പെടുത്തി. മാനസികമായി ആകുലതകളിലൂടെ കടന്നുപോയ അനേകായിരങ്ങൾ യേശുവിൻ്റെ അടുത്ത് വന്നു. അവർക്കെല്ലാം ആരെയും ഒഴിവാക്കാതെ ആശ്വാസം നൽകി. അവിടുന്ന് ഒരു സ്ത്രീയോട് മാത്രം കുറച്ചു നേരം അവൻ മുഖം തിരിച്ചു നിന്നു. നഷ്ടപ്പെട്ടുപോയ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് മാത്രമാണ് എന്നെ പിതാവ് അയച്ചിരിക്കുന്നത്. പക്ഷേ ഒരു വിധവയുടെ നിരന്തരമായ അഭ്യർത്ഥനയ്ക്ക് മുമ്പിൽ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞവൻ തന്നെ നായ്ക്കളും
മേശയിൽ നിന്ന് വീഴുന്ന ഉച്ഛിഷ്ടങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന പ്രതികരണത്തിൽ വീണുപോയി യേശു. അവളുടെ പ്രാർത്ഥന അവൻ കേട്ടു, അവൾക്ക് കൊടുത്തു അനുഗ്രഹം. നിന്നോട് ചോദിക്കുന്ന ഞാനാരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നിനക്ക് ദാഹിക്കുകയില്ലാത്ത ജീവന്റെ ജലം, വെള്ളം ഞാൻ നിനക്ക് നൽകുമായിരുന്നു. ആ സ്ത്രീ അവനോട് പറഞ്ഞു, ഒരിക്കലും ദാഹിക്കുകയില്ലാത്ത ആ വെള്ളം നീ എനിക്കായി തരിക. യേശു അവനെ നൽകി അവൾക്ക് അവളുടെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തുവാൻ. കുഷ്ഠരോഗികളെ ശരീരത്തിൻ്റെ ആർപ്പുളവാക്കുന്ന മുറിവുകളെ ഉണക്കിക്കൊണ്ട് സുഖപ്പെടുത്തി. കണ്ണിൻ്റെ ജന്മന കാഴ്ചപോയവന്റെ കണ്ണുകളിൽ തുപ്പൽ ചെടിയുണ്ടാക്കി അത് പുരട്ടി. എത്രയോ അത്ഭുതങ്ങളാണ് ദൈവം യേശുവിലൂടെ കാലഘട്ടങ്ങളിൽ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. വൈദ്യശാസ്ത്രം കൈ കഴുകിയ കൈയൊഴിഞ്ഞ എത്രയോ ജീവിതത്തെ വിശ്വാസത്തിൻ്റെ കരുത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ദൈവം അവന്റെ സൗഖ്യദായകമായ അനുഗ്രഹങ്ങളിലൂടെ മനുഷ്യനിൽ അത്ഭുതമായി പ്രവർത്തിക്കുന്നു. വിശുദ്ധന്റെ മാധ്യസ്ഥത യാചിക്കാം. വിശുദ്ധന്റെ ദൈവസന്നിധിയിലുള്ള നിരന്തര പ്രാർത്ഥനകളിൽ പേരൂർ എന്ന ഗ്രാമം ഉൾപ്പെടുത്തുക. ഈ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അവർ വിശ്വസിക്കുന്ന സൃഷ്ടികർത്താവിൻ്റെ ദൈവത്തിൻ്റെ കൃപയ്ക്കായി അവനോടൊപ്പം പ്രാർത്ഥനകളിൽ പങ്കുചേരാൻ. ആകാശത്തിലെ ദൈവമല്ല നമ്മുടെ കൂടെ, നമ്മുടെ അടുത്ത്, നമ്മളോട് ചേർന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, നമ്മളെ ഉള്ളറിയുന്നവൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ, നമ്മുടെ വേദനകൾ അറിയുന്നവൻ, നമ്മുടെ തകർച്ചകൾ അറിയുന്നവൻ. അവനോടൊപ്പം വിശുദ്ധരുമല്ലോ. മനുഷ്യൻ പരാജയം ഏറ്റുപറയുന്നിടത്ത് നിന്ന് ദൈവത്തിൻ്റെ സാധ്യതകൾ, ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി പ്രവർത്തിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടെ അത് അവൾ ചോദിച്ചു, എങ്ങനെയാണ് സംഭവിക്കുക? ദൂതൻ ദൈവത്തിൻ്റെ സന്ദേശപ്രകാരം അവളോട് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല.
അവിടുത്തേക്കെല്ലാം സാധ്യമാണ്. നമുക്ക് എഴുന്നേൽക്കാം. ഏതാനും സമയം എല്ലാം മറന്ന്, ശരീരത്തിൻ്റെ ക്ഷീണം മറന്ന്, കാലുകളുടെ തളർച്ചകൾ മറന്ന്, വയറിൻ്റെ എരിച്ചിലുകൾ മറന്ന്, ശരീരത്തെ മൊത്തമായി ബാധിച്ചിരിക്കുന്ന ആലസ്യത മറന്നുകൊണ്ട് തമ്പുരാന്റെ മുന്നിൽ ശക്തിയുള്ളവരാകാം, പ്രാർത്ഥനയിലൂടെ ബലപ്പെട്ടവരായിരിക്കാം. ദൈവം ഇറങ്ങുന്നു നമ്മുടെ ആരാധനാ സമൂഹത്തിലേക്ക്. ദൈവം അവന്റെ വചനങ്ങളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ, ഈ ആരാധനയുടെ സമയത്ത് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യൂദ തദ്ദേവൂസേ, നിന്റെ ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനാ ശക്തി, സ്വാധീന ശക്തി ഞങ്ങളുടെ നിയോഗങ്ങളിൽ അനുഗ്രഹമായി അത്ഭുതകരമായ രൂപാന്തരീകരണം സംഭവിക്കുവാൻ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലേക്ക് ഞങ്ങളിതാ കടക്കുന്നു. ഞങ്ങളെല്ലാവരെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൂദായെ നിയമിച്ചുവല്ലോ. ആ വിശുദ്ധനിലൂടെ അങ്ങേക്ക് കൃപാകടാക്ഷം ഞങ്ങളുടെ മേൽ തിരികണമേ. അങ്ങേ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും ഈശോയുടെയും
സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയുടെ വിശ്വസ്തദാസനും പ്രത്യേകമായും ഇവിടെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഈ സമയം കണ്ണുകൾ അടയ്ക്കാൻ ഇവിടെ പറയുന്ന പ്രാർത്ഥന നിയോഗങ്ങളും സമർപ്പണവും തമ്പുരാന്റെ മുന്നിൽ ഹൃദയപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുമ്പോൾ നിങ്ങളിലൂടെ എവിടെ നിന്നൊക്കെ സഹായങ്ങൾക്ക് വേണ്ടി യാചന സമർപ്പിച്ചിട്ടുണ്ടോ ആ പ്രദേശങ്ങളിലേക്കെല്ലാം ദൈവം അവൻ്റെ പരിധികളില്ലാത്ത അനന്തമായ അതിർത്തികൾ കൽപ്പിക്കാത്ത ഇടങ്ങളിലേക്കെല്ലാം ദൈവത്തിൻ്റെ കൃപ യേശുവിലൂടെ, യേശുവിൽ നിന്ന് അത് വിശുദ്ധ യൂദാത്തദൈവത്തിലൂടെ ലോകം മുഴുവനും പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്നതിലേക്ക് കുടുംബങ്ങളിലേക്ക് എത്തട്ടെ. എവിടെയെല്ലാം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അടയാളങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരേ ഒരു കാര്യം മാത്രം അവൻ നമ്മളോട് ചോദിക്കുന്നു: നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ എനിക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ തന്നെ ഹൃദയങ്ങൾ തുറന്നുകൊണ്ട് തമ്പുരാനോട് നിങ്ങൾ പറയുക: ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രത്യേകമായ ഭക്തിയും വിശ്വാസവും പ്രകടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ആരംഭിക്കുക. അവിടുത്തെ ഹൃദയത്തിൻ്റെ മുറിവിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തവും ജീവന്റെ പ്രതീകമായ ജലവും അനുഗ്രഹത്തിൻ്റെയും വൃത്തിയാക്കലിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും കൃപയായി നമ്മളിലേക്ക് ആ രക്തത്തിൻ്റെയും വെള്ളത്തിൻ്റെയും കണികകൾ ഇറങ്ങി വരാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഈടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസ് സഹോദരരുടെ പ്രാർത്ഥനാ സഹായം പ്രത്യേകമായി യാചിക്കുക. ഈ തിരുനാൾ ആരുടെ പേരിൽ നടത്തുന്നു? ആ വിശുദ്ധന്റെ യൂദാത്തദൈവത്തിന്റെ പ്രാർത്ഥനാ മാധ്യസ്ഥം നിരന്തരമായി യാചിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ആത്മീയ സാന്നിധ്യം നമ്മുടെ നമ്മുടെ പൂർവികരായ മാതാപിതാക്കൾ ഈ ദൈവാലയത്തിൻ്റെ 110 വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടം മുതൽ ഈ പള്ളിയെ ആരാധനാലയത്തെ
രാത്മീയ ഉറവിടവും ആത്മീയ കേന്ദ്രവും പ്രാർത്ഥനയുടെ ഭവനവുമായി കണ്ട് നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളോട് അവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാചിക്കാം. പരിശുദ്ധ കന്യകാമറിയം അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദനിച്ച ഒരു കുടുംബത്തിൻ്റെ അകത്തേക്ക് ആശ്വാസത്തിൻ്റെയും സഹായത്തിൻ്റെയും വലിയ കൃപയായി കടന്നു വന്ന ആ പരിശുദ്ധ അമ്മ ഈ പ്രാർത്ഥനയുടെ സമയം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സന്യസ്ത സമർപ്പിത വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ലോകത്തിലെ സുവിശേഷത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മുഴുവൻ സന്യസ്തർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി പ്രത്യേകമായും നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കട്ടെ. കോട്ടയം അതിരൂപതയുടെ പിതാക്കന്മാർക്ക് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ അതിരൂപതയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ഒഴുകുവാൻ, ആത്മാവിൻ്റെ അടയാളങ്ങൾ ഈ അതിരൂപതയിൽ തെളിഞ്ഞു കാണുവാൻ, അവരിൽ ശക്തിയുണ്ടാകുവാൻ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടാകുവാൻ അവരെ പ്രത്യേകമായി ഓർമ്മിക്കാൻ, സമർപ്പിക്കാൻ നമ്മളോട് ചേർന്ന് കിടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയെയും നമ്മുടെ ഈ പ്രദേശത്തുള്ള ഇതര ഇടവകകളെയും യാക്കോബായ സഭകൾ, ഹൈന്ദവ സമൂഹങ്ങൾ, അങ്ങനെയുള്ള എല്ലാവരെയും സാഹോദര്യ ബുദ്ധിയ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ചുമതലയോടുകൂടി അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഈ ഇടവകയിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ വൈദികരെയും സമർപ്പിതരെയും പ്രത്യേകമായി ഓർമ്മിക്കുക. അവിടെ ശുശ്രൂഷകൾ അനുഗ്രഹപ്രദമായി നമ്മുടെ ഇടയിലുണ്ട്. ഈ ശുശ്രൂഷയിലെ ഗായിക സംഘത്തെ, ഇലക്ട്രിസിറ്റി, സൗണ്ട് സിസ്റ്റം എല്ലാം പ്രത്യേകമായ കൃപയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ നിരന്തരമായ ശ്രദ്ധയോടെ ഉണ്ടാകുവാൻ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കട്ടെ. ഈ നിമിഷം മാർഗ്ഗ പിതാവിൻ്റെ നാമകരണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അതിരൂപത തലത്തിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നവംബർ 3-ാം തീയതി കോട്ടയം കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടെ തീർക്കുകയാണ് റോമിലേക്ക് അയക്കുവാൻ. മാർഗ്ഗ പിതാവിൻ്റെ ദൈവദാസനായ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന മധ്യസ്ഥത നമുക്ക് തേടാം. പേരൂരിൽ നിന്ന് കേരളത്തിനകത്തും പുറത്തും ഭാരതത്തിൻ്റെ വെളിയിലും പഠിക്കുകയും ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന എല്ലാ പേരൂർ നിവാസികളെയും പ്രവാസികളെയും നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയുടെ ഭാഗമായവരെ പ്രത്യേകമായി ഓർമ്മിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ഒരു തിരുനാളിൻ്റെ പ്രസിഡന്റിമാരായ മാത്തുക്കുട്ടി മുല്ലു, സജി മുല്ലു എന്നിവരെയും കൂട്ടുനേർച്ച നടത്തുന്ന ജോസ് പുളിക്കത്തൊട്ടി എന്ന കുടുംബത്തെയും നൊവേന തിരുനാൾ ഈ ദിവസങ്ങളിൽ നടത്തിയ എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി ഓർമ്മിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ചും ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ ഇന്നത്തെ നിയോഗങ്ങൾ കുടുംബസമാധാനം, ഉപകാര സ്മരണം. കഴിഞ്ഞ വർഷം ഇതേ തിരുനാളിൽ പങ്കെടുത്ത 2 കുടുംബങ്ങൾ, 2 ദമ്പതികൾ, അവർക്ക് വിശുദ്ധന്റെ കൃപാമാധ്യസ്ഥതയിലൂടെ കുഞ്ഞുങ്ങളെ ലഭിച്ചു എന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ഒളശ ഭാഗത്തുള്ള ഒരു കുടുംബം, പത്തനംതിട്ട ജില്ലയിൽ കോന്നിയോട് ചേർന്നുള്ള ഒരു ഹൈന്ദവ കുടുംബം. ഈ 2 കുടുംബങ്ങളിലെയും ദമ്പതികളെയും ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ
18 വ്യക്തികൾക്ക് ദൈവം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ 7, 8, 9 പ്രാവശ്യം വീസ നിഷേധിക്കപ്പെട്ടവർക്ക് അവിടെ പ്രാർത്ഥനകൾക്ക് ഫലം തമ്പുരാൻ വിശുദ്ധനിലൂടെ നൽകി. നന്ദി പറയാം അവർക്ക് വേണ്ടി. 8 പേരുടെ വിവാഹം 30-ന് മുകളിൽ 40-ന് താഴെ പ്രായമുള്ള 8 വ്യക്തികളുടെ പല കാരണങ്ങളുടെ പേരിൽ നടക്കാതിരുന്ന വിവാഹം നടന്നു. ഒന്ന് ഹൈന്ദവ സഹോദരൻ 4 വർഷത്തിന്റെ പേരിൽ നടക്കാതിരുന്ന വിവാഹം, അത് ദൈവത്തിന്റെ കൃപയാൽ നടന്നു. ഈ 1 വർഷം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുക. രോഗസൗഖ്യം, പരീക്ഷകളിൽ വിജയം, പ്രത്യേകിച്ചും IELTS 6 പരീക്ഷകൾ പലതവണ എഴുതി തോറ്റുപോയവർ വിജയിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു. ഉപകാരസ്മരണയായി വിശുദ്ധനോട് ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ ഓർമ്മിക്കുക. ഈ വർഷത്തെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, പരീക്ഷകൾ, ഇതേ നിയോഗങ്ങൾ IELTS 6, UK, അഡാപ്റ്റേഷൻ, PR തുടങ്ങിയ കാര്യങ്ങൾക്ക്, ഫാമിലി വിസയ്ക്ക് വേണ്ടി, BSc നഴ്സിംഗ്, പോസ്റ്റ് BSc മെഡിസിൻ, എഞ്ചിനീയറിംഗ്, SSLC, +2 തുടങ്ങിയ പരീക്ഷ ഒരുങ്ങുന്ന കുട്ടികൾ, നമ്മുടെ പേരൂരെ പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും ഈ അവസരത്തിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓർമ്മകളും ബുദ്ധിയും ഉണ്ടായതുകൊണ്ട് സമയത്ത് പരീക്ഷ എഴുതണമെന്നില്ല. ധൈര്യത്തോടുകൂടെ പരീക്ഷയെ സമീപിക്കുവാൻ, ഓർമ്മകൾ തെളിയുവാൻ, മനസ്സിന് ധൈര്യമുണ്ടാകുവാൻ കുട്ടികളെ പ്രത്യേകമായി സമർപ്പിക്കുക. അവരുടെ അധ്യാപകരോട് ചേർന്ന് കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വിസയ്ക്ക് വേണ്ടി, ബാങ്കിംഗ് ടെസ്റ്റ് എഴുതുന്നവർക്ക് വേണ്ടി, ബ്ലോക്ക് ഡെവലപ്മെന്റ് വിഭാഗത്തിൽ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ നടത്തുന്നവർക്ക് വേണ്ടി, ദുബായ് നഴ്സുമാരുടെ പരീക്ഷകൾക്ക് വേണ്ടി, നാട്ടിലെ നമ്മുടെ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചില ആശുപത്രികൾക്ക് വേണ്ടി, അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. അവരെ സമർപ്പിക്കുക. കുട്ടികളുടെ ഇടയിലുള്ള തെറ്റായ ചില ദുശീലങ്ങൾ ഒഴിവായി കിട്ടുവാൻ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകുവാൻ, അഭിഷേകമുണ്ടാകുവാൻ, രോഗസൗഖ്യത്തിന് വേണ്ടി, ക്യാൻസർ, യൂറിനറി പ്രോബ്ലം, പോസ്ട്രേറ്റ് പ്രശ്നങ്ങൾ, മൾട്ടിപ്പിൾ മൈലോമ, ത്വക്ക് ക്യാൻസർ, സ്കിൻ ക്യാൻസർ, പെരിയാമുദറി കാർസിനോമ എന്ന അപൂർവ ക്യാൻസർ രോഗം, ബ്ലഡ് ക്യാൻസർ, തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന ട്യൂമറുകൾ തുടങ്ങിയ ക്യാൻസർ വിഭാഗത്തിൽപ്പെട്ട രോഗികളെ പ്രത്യേകമായി ഓർമ്മിക്കുക. അവരെ സമർപ്പിക്കുക. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ജോയിന്റ് പെയിൻ, സന്ധിവേദനകൾ, വീഴ്ചകളിലൂടെ ഉണ്ടായ അസ്ഥിരോഗങ്ങൾ, വിട്ടുമാറാത്ത പനി, തലവേദന, ചിക്കൻ ഗുനിയ പോലെ ഇപ്പോഴും അതിന്റെ പാർശ്വദോഷങ്ങൾ അനുഭവിക്കുന്ന രോഗികൾ, മൈഗ്രെയിൻ പോലുള്ള രോഗികൾക്ക് വേണ്ടി, സ്പൈനൽ കോഡിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, നട്ടലിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, കാൽമുട്ടിനെ ബാധിച്ചിരിക്കുന്ന ലിഗ്മെന്റ് രോഗങ്ങൾ, കാൽമുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ, കാൽമുട്ടിന്റെ മധ്യയ്ക്കുള്ളിൽ നീർക്കെട്ടുകളുണ്ടായി നിരന്തരമായ വേദനകളുള്ളവർ, അവരെ ചിലരെയും ചില രാജ്യങ്ങളിലുള്ളവരെ ഓപ്പറേഷന് വിധേയമാക്കുന്നു. അവരുടെ ഓപ്പറേഷന്റെ വിജയത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കണ്ണുകളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, കാഴ്ചക്കുറവ്, കണ്ണുകളിലേക്കുള്ള ഞരമ്പുകളുടെ തളർച്ചകൾ, കണ്ണിൽ കൂടി നിരന്തരം വെള്ളം വരുന്ന രോഗം, ഡിമെൻഷ്യ എന്ന് പറയുന്ന രോഗം, ഉറക്കത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ചില പ്രത്യേക രോഗികൾ, ഇങ്ങനെയുള്ളവരെല്ലാം ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ തമ്പുരാന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. സാമ്പത്തികമായ കാര്യങ്ങൾ, വീട്, സ്ഥലം തുടങ്ങിയ കാര്യങ്ങളുമായി
ഓർമ്മിക്കുവാൻ വീടുകളിൽ തിന്മയുടെ ശക്തികളിലൂടെ വേദനിക്കുന്നവരുണ്ട്. പൈശാചിക ശക്തികൾ, പ്രശ്നങ്ങൾ, അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തവർ, വീടുകളുടെ വാസ്തുശില്പപ്രകാരമുള്ള അളവുകൾ തെറ്റി എപ്പോഴും നിരന്തരമായ പ്രശ്നങ്ങളിലുള്ളവരെന്ന് പറയുന്നവർ, സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും പ്രത്യേകമായി ഓർമ്മിക്കണം. സാമ്പത്തിക വിഷയങ്ങൾ, ചില നിക്ഷേപങ്ങൾ തിരിച്ചു കിട്ടുവാൻ ബോണ്ടുകളിലൂടെ നിക്ഷേപിച്ചിരുന്നവരുടെ അത് കിട്ടുവാൻ, ചില ഇൻഷുറൻസ് പോളിസികളിലൂടെ പണം കിട്ടാനുള്ളവർ, ചിട്ടികളിലൂടെ പണം അടച്ചത് കിട്ടാനുള്ളവർ, അങ്ങനെയുള്ളവരെയും പ്രത്യേകമായി ഓർമ്മിക്കുന്നു, അവരെയും സമർപ്പിക്കുന്നു. സന്താന ഭാഗ്യത്തിന് വേണ്ടി പല കാരണങ്ങളുടെ പേരിൽ കൗണ്ടുകളുടെ കുറവുകൾ, രക്തത്തിന്റെ പ്രശ്നങ്ങൾ, യൂട്രസിന്റെ ഭിത്തികൾക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ, അതിന്റെ കട്ടിക്കുറവ് തുടങ്ങിയ രോഗ അവസ്ഥകളിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവര്, ഒരു വർഷമായതിനു ശേഷം പിന്നീട് വർഷങ്ങളായി കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത വന്ധ്യത്വം ബാധിച്ച ആളുകൾ, ഇങ്ങനെയുള്ള രോഗ വിഭാഗങ്ങളിൽപ്പെട്ടവരെ പ്രത്യേകമായി സമർപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് അവരിലേക്ക് കടന്നു വരട്ടെ. വിദേശ രാജ്യങ്ങളിലെ വീസകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇറ്റലി, അമേരിക്ക, മലേഷ്യ, മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വീസ പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, അവരെ പ്രത്യേകമായി ഓർമ്മിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടവകയെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇടവകയിൽ പ്രവർത്തിക്കുന്ന മാസയോഗങ്ങൾ, KCYL, KCW, സൺഡേ സ്കൂൾ, നമ്മുടെ വിസിറ്റേഷൻ ഗവൺമെന്റ്, സീനായി, സൗഭാഗ്യ, മാർട്ടിൻ കോളേജിനോട് ചേർന്നുള്ള ഹോസ്റ്റലും മഠവും, നമ്മുടെ മനാമല ആശ്രമം, ഈ സമൂഹത്തെയെല്ലാം പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. ദിവികാരുടെ പ്രദക്ഷിണം തുടങ്ങാം. ബഹുമാനപ്പെട്ട ഷാജി അച്ഛനിലൂടെ ദൈവം അനുഗ്രഹങ്ങൾ പ്രവർത്തിക്കട്ടെ. ബഹുമാനപ്പെട്ട പള്ളിയുടെ അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. സഭയിൽ ഇന്ന് ഈ കൂട്ടായ്മ നടത്തുന്ന ദിവ്യകാരുണ്യ ഈശോനാഥന്റെ സാന്നിധ്യം അനുഗ്രഹം യാചിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിക്കാം. പരിശുദ്ധാത്മാവെ എന്ന ഗാനം
പാപമില്ലാത്ത സമൂഹത്തിൽ, പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നു. ഇതാ നമ്മുടെ ഇടയിൽ കർത്താവിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കിടയിലുണ്ട്. കാണാറുണ്ട്. നിങ്ങൾക്കിടയിലൂടെ ആത്മാവ് പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കിടയിലൂടെ നിങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു നൽകുന്നു നിങ്ങൾക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി. അത്യുന്നതന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ എല്ലാ സമഗ്രമായ വിമോചനവും സമഗ്രമായ നന്മകളും ജീവിതത്തിന്റെ നവീകരണവും സ്നേഹത്തിന്റെ വലിയ കൂട്ടായ അനുഭവങ്ങളുമെല്ലാം നമുക്കിടയിൽ രൂപപ്പെടുന്നു. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി കരങ്ങൾ യാചനാപൂർവ്വം ഉയർത്തുക. ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ കരങ്ങൾ ഉയർത്തുന്ന സമൂഹത്തോട് ചേർക്കും. നമ്മൾ ചെയ്യുന്ന കരങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നത് ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച്
ും